ഹലോ അസ്സാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ തന്നെ ഈ ഒരു പണിക്ക് നിന്നു കേട്ടോ. അക്കോറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് അഴുക്ക് പിടിക്കണം. അപ്പോൾ താഴെ കല്ലിട്ട് കഴിഞ്ഞാൽ അഴുക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് അടിയിലിത്തിരി കല്ലൊക്കെ ഇട്ട് കൊടുത്ത് മേലതാ അതുപോലെ കുറച്ച് ഇലകളോ എന്തൊക്കെയോ ഇട്ട് കൊടുത്തു കേട്ടോ അവന്. എന്നിട്ട് പിന്നെ മീൻകുട്ടന്മാരെ അതിലോട്ട് ചെരിച്ച് വെച്ചിട്ടോ. ഇന്ന് ക്ലീൻ ചെയ്യാനൊരു കാരണമുണ്ട്. മീൻ പ്രസവിച്ച് കുറേ കുഞ്ഞു കുഞ്ഞു പൊടിമക്കളുണ്ട്. അപ്പോൾ അവരിനെ അതൊന്ന് മാറ്റിയിടണം. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഈ ഒരു പണിക്ക് നിന്നത്. ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ഇതുപോലെ ഗ്രീൻ പീസ് വൈറ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയുമായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ ഇത്തിരി പാടാണെങ്കിൽ പോലും അതുണ്ടാക്കിട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം പരിപാടി ക്ലീനിങ്ങിലോട്ട് തിരിഞ്ഞു. ഇന്ന് കുക്കിങ്ങും കാണിച്ചില്ല, ഞാൻ ക്ലീനിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ക്ലീൻ ടേബിളും ടീപ്പോയൊക്കെ ഫസ്റ്റ് തുടച്ചിട്ട് പിന്നെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് അടിച്ചു വാരി തുടച്ചു കേട്ടോ. ഇതപ്പോൾ അക്കോറിയ ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ അങ്ങനെയാണ് കാണാൻ നല്ല ഭംഗി തോന്നി കേട്ടോ. എത്ര ദിവസത്തിനാണ് അവ ഇങ്ങനെ കിടക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹയമോൾക്ക് പിന്നെ ഉച്ചക്ക് ഫുഡ് കൊടുക്കുകയാണ്. ചോറും മുരിങ്ങ വറുത്തതും രസവും പപ്പടം ബീഫും ആയിരുന്നു. പിന്നെ ആ ഒരു എക്സ്പ്രഷൻ ഇട്ടത് ആൾക്ക് ഇങ്ങനത്തെ മുരിങ്ങ വറുത്തതോ ഇലക്കറികളോ പച്ചക്കറികളോ ഒന്നും കഴിച്ചാൽ പോവില്ല. അവളറിയാതെ ഞാൻ ദോശയിൽ കൂടെ അരച്ച് ചേർക്കുക എന്നല്ലാണ്ട് അവൾ കഴിക്കില്ല കേട്ടോ. പിന്നെ അവൾക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും കഴിച്ചു. പിന്നെ വൈകുന്നേരം എന്താ ഈ ടെറസിൽ മണിക്കുട്ടൻ്റെ കൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം മണിക്കുട്ടന് ഹായ്ക്കുട്ടിക്ക് ഒരേ കളിയായിരുന്നു അകത്ത്. ഇതുപോലെ ഗുണ്ടാമണ്ടി കളികൾ ഒരുപാടുണ്ട് അവരുടെ കയ്യിൽ കേട്ടോ. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വല്ലതൊക്കെ ഒപ്പിച്ച് വെക്കും. മനു പിന്നെ വെറുതെ ഇരിക്കുന്ന സ്വഭാവമേ ഇല്ല അവനിക്ക്. പിന്നെ അവർക്കൊരു തട്ടിക്കൂട്ട് നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഞാൻ പൊടിച്ച പൊടി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് മൈദമാവൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തതാണ്. ടേസ്റ്റ് കൊണ്ട് ഷേപ്പില്ല എന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ മണിക്കൂട്ടൻ ദോശമാവ് മേടിക്കാൻ വേണ്ടിയിട്ട് ഹൈനെയും കൂട്ടി റോട്ടിലോട്ട് പോയി. ഇവൻ എപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഹൈയും വരട്ടെ പറയും. പിന്നെ കൊണ്ടുപോകില്ല, എനിക്ക് പേടിയാണ് മെയിൻ റോഡിലേക്ക് പറഞ്ഞു വിടാൻ. അപ്പോൾ പിന്നെ അവൾ ഒരുപാട് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പോയിട്ട് വാ പറഞ്ഞ് പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ മനു എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇത് തലകുത്തന ഇളകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം അവന് സിപ്പൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ മേലെ ബാൽക്കണിയിലിരുന്ന് അത് കഴിച്ചിട്ടിരുന്നു, കുട്ടികളുടെ അടുത്ത് സംസാരിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവർക്ക് വീഡിയോ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. അപ്പോൾ എല്ലാവർക്കും